ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭോഗേച്ഛയ്ക്ക് അടിമപ്പെടരുത് എന്നുള്ളതാണ്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുലിഖിതം. ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. അവിടത്തേക്ക് നിങ്ങൾക്കെതിരെ ഒരു ആരോപണമുണ്ട്. ഇവിടെ സ്നേഹമോ വിശ്വസ്തതയോ ഇല്ല. ദേശത്ത് ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവിന്റെ നാമത്തിന്റെ അത്യുന്നത ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ നിവേശത്താലും അനേക ആയിരങ്ങളിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. സൗദിയിലുള്ള ദമാം എന്ന സ്ഥലത്ത് നിന്ന് മിനി അഗസ്റ്റിൻ എന്ന നേഴ്സ് സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ ആഴ്ചകളിലും അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങൾ കാണാറുണ്ട്. ആദ്യമൊന്നും ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ അച്ഛൻ ഓരോ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോഴും എന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വളരെ ഭക്തിയോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിലും ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ 3 വർഷമായി ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ലേബറിൽ കുറഞ്ഞ ശമ്പളത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അല്പം കൂടെ ശമ്പളം കൂടുതൽ കിട്ടുന്ന നല്ലൊരു ജോലിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് എന്റെ ജോലി മാറ്റിയെടുക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനുശേഷം പല ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നുകൊണ്ടേയിരുന്നു. ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോ കഴിഞ്ഞ മെയ് 25-ന് ഞങ്ങൾ ഓഫീസിലേക്ക് പോയി നോക്കിയപ്പോൾ എന്റെ ആപ്ലിക്കേഷൻ ഫോം പോലും അവിടെ കാണാനില്ലെന്നറിഞ്ഞു. ആകെ വിഷമം തോന്നി. ഞാൻ മെയ് മാസം 29-ാം തീയതി വെള്ളിയാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. യേശുവേ, എന്റെ ജോലിയുടെ തടസ്സം മാറ്റണം, എന്റെ ഫയൽ എനിക്ക് കിട്ടണം. അങ്ങനെ ഫയൽ തിരിച്ചു കിട്ടിയാൽ, ജോലി ലഭിച്ചാൽ ഞാൻ അഭിഷേകാഗ്നിയിലേക്ക് സാക്ഷ്യം എഴുതി അറിയിക്കാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിശയമെന്ന് പറയട്ടെ, ശനിയാഴ്ച ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ എന്റെ ഫയൽ കിട്ടിയിരിക്കുന്നതായി ഞാൻ അറിഞ്ഞു. എന്റെ പേപ്പേഴ്സ് എല്ലാം പെട്ടെന്ന് ശരിയായി. എനിക്ക് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ജോലി ലഭിച്ചു. നേരത്തെ കിട്ടിയിരുന്നതിന്റെ ഇരട്ടിയിലധികം ശമ്പളത്തിലാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ യേശുവിനെ ഞാൻ 1000 സ്തുതിയും മഹത്വം അർപ്പിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സൗദിയിലുള്ള ദമാമിൽ നിന്നൊരു നേഴ്സിന്റെ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ സമയത്ത് ഷാലോം ചാനൽ തുറന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതം ആ കുട്ടിയുടെ ജീവിതത്തിൽ പിതാവായ ദൈവം ചെയ്തു കൊടുത്ത ഒരു അത്ഭുത ഇടപെടലിനെ കുറിച്ചാണ് കുട്ടി നമുക്ക് വിവരിച്ച് കേൾപ്പിച്ചു തന്നത്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ നിന്ന് മോളി. ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടി ജനിച്ചത്. മോൾക്ക് നഴ്സറിയിൽ പഠിക്കുമ്പോൾ മുതല് കണ്ണിന് കാഴ്ചക്കുറവും കൺകുരു തുടർച്ചയായി വരുന്നൊരവസ്ഥയുമായിരുന്നു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കണ്ണാടി വെക്കാൻ പറഞ്ഞു. 18 വയസ്സ് വരെ കണ്ണാടി വെക്കണമെന്നും പിന്നീട് ഓപ്പറേഷൻ ചെയ്ത് ലെൻസ് വെക്കണമെന്നും പറഞ്ഞു. ഞങ്ങൾ സ്ഥിരമായി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി തുടർച്ചയായിട്ട് ഏതാനും ആഴ്ചകൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ കുട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ കണ്ണിന്റെ അസുഖം മാറി. കണ്ണട എടുത്തു മാറ്റി. ഇപ്പോൾ കുട്ടിക്ക് കണ്ണിന് ഫുള്ളായി കാഴ്ചശക്തി തിരിച്ചു കിട്ടി. മോൾക്കിപ്പോ യാതൊരു കുഴപ്പമില്ല. കൺകുരു വരുന്ന അവസ്ഥയും മാറിപ്പോയി. ഇപ്പോൾ 9 വയസ്സായി. ദൈവത്തിന് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഇതുപോലെ ഇന്ന് ഈ നിമിഷം ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും ശരീരത്തിൽ
കുടുംബത്തിൽ, സമൂഹത്തിൽ, സ്ഥാപനത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ തക്കവണ്ണം ഇതാ പിതാവായ ദൈവം കരുണ ചൊരിയുന്ന മണിക്കൂറുകളിലേക്കാണ് ഞാനും നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. അവരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഉയർത്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെ സന്നിധി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, അറിയാവുന്നതുപോലെ പ്രാർത്ഥിക്കട്ടെ. വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. മകനെ, മകളെ, അല്പം ഒന്ന് എളിമപ്പെട്ട് ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ ഒരിക്കലും മറക്കാനാവാത്ത വിധം ദൈവിക ഇടപെടൽ ലഭിക്കുന്ന നിമിഷങ്ങളായി കർത്താവ് ഈ നിമിഷങ്ങളെ രൂപാന്തരപ്പെടുത്തുകയില്ലെന്ന് ആരറിഞ്ഞു? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെയും എല്ലാ കണ്ണുനീരും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ വേദനകളും പിതാവേ, പുത്രന്റെ നാമത്തിൽ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ എളിയവരാണ്, ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. കർത്താവേ, ഞങ്ങൾക്ക് രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, കണ്ണുനീരുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഓ പിതാവേ, യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ രോഗപീഠകളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, തകർച്ചകളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, കടബാധ്യതകളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ബാലികാ ബാലന്മാരുടെ മേലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കൂടെക്കൂടെയുള്ള രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടപ്പ് രോഗികളായി കിടക്കയിൽ കിടന്ന് വേദനയോടെ പ്രാർത്ഥിക്കുന്ന രോഗികളുടെ മേൽ അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ വചനങ്ങളെ അങ്ങയുടെ പരിശുദ്ധമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. വചനം കേൾക്കാൻ തക്കവണ്ണമുള്ള ഹൃദയ തുറവി നൽകണമേ. ഓ ദൈവമേ, ഒരു ജോലിക്ക് വേണ്ടി ജോലി തടസ്സം മാറാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അതിശയ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷയിലേക്ക് പങ്കുചേരാൻ ആഗ്രഹിച്ചിട്ട് അതിൽ പങ്കുചേരാൻ പറ്റാതെ തടസ്സപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും യേശുവിന്റെ ശക്തി ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാൻ തടസ്സമുണ്ടാക്കുന്ന സാത്താന്റെ എല്ലാ കുതന്ത്രങ്ങളും നസ്രായന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. അവിടത്തേക്ക് നിങ്ങൾക്കെതിരെ ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദേശത്ത് ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു. ഇസ്രായേൽ നാട്ടിൽ ഇതുപോലെ ദൈവത്തോട് സ്നേഹവും വിശ്വസ്തതയും അറ്റുപോകാൻ, ദൈവവിചാരം അറ്റുപോകാൻ കാരണമായി നടമാടിയിരുന്ന 2 പാപങ്ങളാണ് 1-ാം പ്രമാണ ലംഘനവും 6-ാം പ്രമാണ ലംഘനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൽ 6-ാം പ്രമാണ ലംഘനത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതം വിശ്വാസികളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തിരുലിഖിതങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വീനാസ് ഈ കാര്യത്തെക്കുറിച്ച് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ ജ്ഞാനത്താൽ വിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ പ്രബോധന പഠന പ്രകാരം ഒരു വ്യക്തി ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടാൽ, ലൈംഗിക പാപങ്ങൾക്ക് അടിമപ്പെട്ടാൽ, മദ്യപാനത്തിന് അടിമപ്പെട്ടാൽ, ശരീരത്തെ അശുദ്ധമാക്കുന്ന ഏതെങ്കിലും ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ടാൽ അവനിൽ 4 തരത്തിലുള്ള അന്ധകാരത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. 4 പ്രത്യാഘാതങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ആത്മീയ അന്ധത. ഒരു പ്രത്യേക തരത്തിലുള്ള അന്ധതയ്ക്ക് അവൻ അടിമപ്പെടും. സ്വർഗത്തെക്കുറിച്ചോ നിത്യജീവിതത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ നിത്യശിക്ഷയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും തിരിച്ചറിവില്ലാത്ത ഒരു പ്രത്യേക മന്ദതയുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയുടെ ജീവിതം അധപ്പതിക്കും. ദൈവത്തെക്കുറിച്ച് ഒന്ന് ആഗ്രഹിക്കാൻ പോലും, സ്വർഗത്തിൽ പോകണം എന്നൊരു ആഗ്രഹം പോലും അറ്റുപോകുന്ന വിധം നശിച്ച ഒരു ജീവിതമായി ആ ജീവിതം അധപ്പതിക്കും. ഇതാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്.
വചനം പഠിപ്പിക്കുന്നു, തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. ദൈവത്തെ അറിയാൻ പറ്റാത്ത വിധം ഒരു അന്ധത, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത വിധം ഒരു അന്ധത, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം അന്ധത, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹം തോന്നാൻ പറ്റാത്ത വിധം ഒരു അന്ധത, നരകത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തത് അന്ധത. ആത്മീയ കാര്യങ്ങളിൽ ആത്മീയമായ ബോധ്യങ്ങൾ കെടുത്തിക്കളയുന്ന ഒരു അന്ധതയുടെ ശക്തി ആ വ്യക്തിയെ ഗ്രസിക്കും. ആ വ്യക്തി എത്ര വചനം കേട്ടാലും, ടെലിവിഷന് മുമ്പിലിരുന്നാലും, ധ്യാനകേന്ദ്രത്തിൽ പോയാലും, പള്ളിയിൽ പോയാലും പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാനോ ആ വ്യക്തിക്ക് ഹൃദയത്തുറവി ഉണ്ടായിരിക്കുകയില്ല. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3 മുതൽ തിരുലിഖിതങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന് ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം ദൃശ്യമാകാതിരിക്കാൻ തക്കവണ്ണം ഈ ആത്മാവ് അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. ഞാനും നിങ്ങളും ലൈംഗിക പാപങ്ങൾക്ക് അടിമപ്പെട്ടാൽ, മദ്യപാനത്തിന് അടിമപ്പെട്ടാൽ, ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടാൽ, സ്വയംഭോഗത്തിനും സ്വർഗഭോഗത്തിനും അടിമപ്പെട്ടാൽ, വ്യഭിചാരം ചെയ്ത് വ്യഭിചാരത്തിന് അടിമയായി മാറിയാൽ, മ്ലേച്ഛതയ്ക്ക് അടിമയായി മാറിയാൽ, ഇന്റർനെറ്റിലും ബ്ലൂ ഫിലിമിനും ഒക്കെ അടിമയായി മാറിയാൽ, ഇങ്ങനെയുള്ള അശ്ലീല സംഭാഷണങ്ങൾക്ക് അടിമയായി മാറിയാൽ, നിങ്ങളുടെ കണ്ണും കാതും അശ്ലീലതയിൽ രസിക്കുന്ന കണ്ണും കാതുമാണെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിലാണ് നിത്യതയെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിത്തറകളെ കുറിച്ചെല്ലാം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷങ്ങളിലാണ്, യേശു ക്രിസ്തുവിന്റെ വചനങ്ങളിലാണ്. ഒരു വ്യക്തിയിൽ സാത്താൻ ഈ ലൈംഗിക പാപം വഴി പ്രവേശിച്ചാൽ ആദ്യം സാത്താൻ ചെയ്യുന്നത് ദൈവത്തെ അറിയാനുള്ള കപ്പാസിറ്റി അവനിൽ നിന്നും എടുത്തു മാറ്റി വലിച്ചെറിയും. ഒരു കഴുകൻ അല്ലെങ്കിൽ ഒരു കാക്ക ശവത്തിൽ വന്നാൽ ആദ്യം കാക്ക ശവത്തിന്റെ കണ്ണുകൾ കൊത്തിപ്പറിക്കും, പിന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ. ഇതുപോലെ ലൈംഗിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് ഒരു വ്യക്തി അശുദ്ധിയുടെ പിടിയിൽ അമർന്നാൽ ഈ ദുർബോധം ആദ്യമേ ചെയ്യുന്നത്, ലൈംഗിക പാപം വഴി ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്ന പാപത്തിന്റെ ദുരാത്മാവ് ആദ്യം ചെയ്യുന്നത് യേശുവിനെ അറിയാനുള്ള, പിതാവിനെ അറിയാനുള്ള, പിതാവിനെ സ്നേഹിക്കാനുള്ള, പിതാവിനോട് വിശ്വസ്ത പുലർത്താനുള്ള, ദൈവരാജ്യം പ്രാപിക്കാനുള്ള, അനുദപിക്കാനുള്ള, ദൈവത്തെ അന്വേഷിക്കാനുള്ള ആ ആത്മീയ അഭിഷേകത്തെ, ആ ആത്മീയ കഴിവിനെ ഈ ദുരാത്മാവ്, ഈ പാപശക്തി ആ വ്യക്തിയിൽ നിന്നും എടുത്ത് പള്ളയിൽ കളഞ്ഞിരിക്കും, എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കും. ആ വ്യക്തി തികച്ചും ആത്മീയ കാര്യങ്ങളിൽ അന്ധനായൊരു വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹം ധാരാളമായി പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിലും, പള്ളിക്ക് സംഭാവന കൊടുക്കുന്ന കാര്യങ്ങളിലും, പള്ളിയിൽ പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലും മുൻപന്തിയിലായിരിക്കാം. എന്നാൽ കുംഭസാരത്തിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല, എന്നാൽ കുർബാന സ്വീകരണ കാര്യത്തിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല, എന്നാൽ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല, സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്ന കാര്യത്തിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അയാൾ 1-ാം സ്ഥാനത്തായിരിക്കും. റോഡ് വെട്ടണോ 1-ാം സ്ഥാനത്ത്, വീട് വെച്ചു കൊടുക്കണോ 1-ാം സ്ഥാനത്ത്, പരസ്നേഹ പ്രവൃത്തി ചെയ്യണോ എല്ലാ കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിലായിരിക്കാം. എന്നാൽ ദൈവീക ജീവൻ പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ, വരപ്രസാദം സ്വീകരിക്കേണ്ട മേഖലകളിൽ അദ്ദേഹം പ്രവേശിക്കുകയില്ല. അദ്ദേഹം ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കഠിനമായ അന്ധതയിലേക്ക് വീണു പോയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തോടുള്ള പക. ഒരു വ്യക്തി ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടാൽ, അന്ന് തൊട്ട് ഒരു വ്യക്തി അശ്ലീല പാപങ്ങൾക്ക് അടിമപ്പെട്ടാൽ
അന്ന് തൊട്ട് ആ വ്യക്തിയിൽ തലപൊക്കുന്ന ഒരു സ്വഭാവമാണ് ദൈവത്തോട് പക. ദൈവത്തോടുള്ള പക പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ദൈവത്തിന്റെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരോട് നമുക്ക് പക തോന്നും. മാതാപിതാക്കളോട് കഠിനമായ വെറുപ്പ്, അവർ പറഞ്ഞ അനുസരിക്കാൻ പറ്റാതെ അവരോടൊരു വെറുപ്പ്, അവരോടൊരു ശത്രുത, വൈദികരോട് വെറുപ്പ്, ശത്രുത, സഭയോട് വെറുപ്പ്, ശത്രുത, തിരുസഭ അധികാരികളോട് വെറുപ്പ്, ശത്രുത. ദൈവത്തിന്റെ സ്ഥാനത്ത് ആരെല്ലാം ഉണ്ടോ അവരോടെല്ലാം വെറുപ്പും ശത്രുതയും തോന്നാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്താ ഇതിന്റെ കാരണം? റോമാലേഖനം 8-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്, ജഡിക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവുകയില്ല. വേറൊരു വാക്കി പറഞ്ഞ, ഒരു വ്യക്തി ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടാൽ അന്ന് തൊട്ട് ആ വ്യക്തിയുടെ ശരീരത്തിൽ ഒരു ആത്മാവ് പ്രവർത്തിക്കും. ആ ആത്മാവാകട്ടെ ദൈവത്തോട് പക പുലർത്തുന്ന ഒരു ആത്മാവാണ്. ദൈവത്തോട് വെറുപ്പ്, ദൈവത്തോട് അകൽച്ച, ജഡിക താൽപര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. പള്ളി പോകുന്ന കാര്യത്തിൽ ഈ ഒരു വിമുഖത നമുക്ക് തോന്നാൻ തുടങ്ങും. സന്ധ്യാപ്രാർത്ഥന തുടങ്ങിയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറാൻ തോന്നുള്ളൂ. അതിന്റെ എല്ലാം പിന്നിൽ ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപത്തിന്റെ ആത്മാവ് നമ്മളെ അടിമപ്പെടുത്തിയതിന്റെ ഒരു ചരിത്രമുണ്ട് എന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിയണം. ആത്മീയ കാര്യങ്ങളോട് ഒരു വെറുപ്പ്, ഒരു പക, ഒരു അകൽച്ച, അതിനെ തുച്ഛീകരിച്ച് കാണുന്ന ഒരു പ്രകൃതം. വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ ലക്ഷണം, മൂന്നാമത്തെ പ്രത്യാഘാതം, ഒരു വ്യക്തി ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ ദുരന്തമാണ് ലോകത്തോടുള്ള ആസക്തി. ഈ ലോക കാര്യങ്ങളോട് ഭ്രാന്തമായ ആഗ്രഹം, സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ആത്മീയതയോട് താല്പര്യമില്ല, ലോകത്തോട് താല്പര്യം, ലോക കാര്യങ്ങളിൽ ഭയങ്കരമായ ആഗ്രഹം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. മനുഷ്യൻ വിതച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലർ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുന്നു, ചിലർ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം വരെ സ്വന്തം ജഡത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യരുണ്ട്, ജഡത്തിനായി വിതയ്ക്കുന്നവര്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ശരീരം അശുദ്ധ പാപങ്ങൾക്ക് അടിമപ്പെട്ടാൽ, ശരീരത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടാൽ അന്ന് തൊട്ട് ഈ ശരീരത്തിന്റെ ഇച്ഛകളെല്ലാം പൂർത്തിയാക്കാനുള്ള ഒരു വെമ്പലായിരിക്കും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുമാറുക അത്ര എളുപ്പമല്ല. മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ അത് സാധിച്ചു എന്ന് വരികയില്ല. പള്ളി പോകാൻ പറഞ്ഞാൽ അത് പോകാൻ സാധിച്ചു എന്ന് വരികയില്ല. ഒരു കഴുകൻ ശവം തിന്നാൻ തുടങ്ങിയാൽ പിന്നെ വേട്ടക്കാരൻ വന്ന് വെടിവെച്ച് കൊല്ലുന്നത് വരെ അത് ആ ശവം വിട്ടുപോവുകയില്ല. ഇതുപോലെ തന്റെ ജീവിതത്തിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുന്നത് വരെ ഈ മനുഷ്യൻ ലോകത്തിന്റെ കാര്യങ്ങളിൽ അള്ളിപ്പിടിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി ലോകത്തോടുള്ള വലിയ ഒരു കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകും. ജഡിക പാപങ്ങളിൽ ഭോഗേച്ഛയ്ക്ക് ഒരു വ്യക്തി അടിമപ്പെട്ടാൽ സംഭവിക്കുന്ന വളരെ ദാരുണമായ ദുരന്തമാണ് ലോകത്തോടുള്ള അമിതമായ ആസക്തി, ലോക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രത. രാത്രിയും പകലും ആ മനുഷ്യന്റെ ഹൃദയം ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കും. വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്ന നാലാമത്തെ ദുരന്തം, ഒരു വ്യക്തിയുടെ ശരീരം, ഒരു വ്യക്തിയുടെ ജീവിതം ഭോഗേച്ഛയ്ക്ക് അടിമപ്പെട്ടാൽ സംഭവിക്കുന്ന നാലാമത്തെ ദുരന്തമാണ് ദൈവിക കാര്യങ്ങളോടുള്ള വിരക്തി. ദൈവിക കാര്യങ്ങളോടുള്ള വിരക്തി, ഒരു അകൽച്ച, ഒരു താല്പര്യമില്ലായ്മ. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, വിശുദ്ധന്മാരോട് താല്പര്യമില്ല, വൈദികരോട് താല്പര്യമില്ല, സഭയോട് താല്പര്യമില്ല, കുമ്പസാരത്തോട് താല്പര്യമില്ല. അതിനെക്കുറിച്ച് എഫേസോസ് ലേഖനം 4-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു. മനസ്സ് മരവിച്ച് അവർ ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് ആവേശത്തോടെ എല്ലാ പാപങ്ങളിലും അവർ മുഴുകി. ആവേശത്തോടെ ലോകകാര്യങ്ങളിൽ മുഴുകിയിട്ട് മനസ്സ് മരവിച്ചിട്ട് ദൈവിക കാര്യങ്ങളോടൊരു പ്രത്യേക വിരക്തി, ഒരു പ്രത്യേക അകൽച്ച, ഒരു പ്രത്യേക ചതുർത്ഥി, ഒരു താല്പര്യമില്ലായ്മ. പള്ളി പോകാൻ താല്പര്യമില്ല, കുമ്പസാരിക്കാൻ താല്പര്യമില്ല, അതിനകത്ത് ബോധ്യമില്ല. ഒരു പ്രത്യേക ഇൻഡിഫറൻസ്, ഒരു റിലീജിയസ് ഇൻഡിഫറൻസ്, ഒരു നിർമ്മതത്വം,
ഒരു ഇൻഡിഫറൻസ് ആത്മീയ കാര്യങ്ങളിൽ. പ്രിയപ്പെട്ട മകനെ, മകളെ, ഞാനും നിങ്ങളും ഓരോ തവണയും ലൈംഗിക പാപങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, അശ്ലീല സംഭാഷണങ്ങളിലൂടെയും മ്ലേച്ഛതയിലൂടെയും ബ്ലൂ ഫിലിം പോലെയുള്ള ഓരോ തരത്തിലുള്ള അശുദ്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിലൂടെയും അതിന് ഞാനും നിങ്ങൾ മുഴുകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ദൈവ വിചാരമാണ് അറ്റുപോകുന്നത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ആത്മീയ കാര്യങ്ങൾക്കുള്ള കഴിവാണ് ഞാൻ നിങ്ങൾ എടുത്ത് വലിച്ചെറിയുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം കുറച്ചു കാലങ്ങൾ ഇതുപോലുള്ള തിന്മയിൽ മുഴുകിയപ്പോൾ ദൈവം ആ ദേശത്തേക്ക് ഇറങ്ങി വന്നു. ദൈവം പറയുകയാണ്, ഹോസിയ 4-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, ഇസ്രായേൽ ഭവനമേ കേൾക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇവിടെ സ്നേഹമോ വിശ്വസ്തതയോ ഇല്ല, ദൈവ വിചാരം ദേശത്തു നിന്ന് അറ്റുപോയിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ഇടവകയിൽ, ഞാൻ വസിക്കുന്ന ദേശത്ത് ദൈവവിചാരം അറ്റുപോകാൻ, ആത്മീയത അറ്റുപോകാൻ, പ്രാർത്ഥനാ ജീവിതം നിർവീര്യമാകാൻ സാത്താൻ കൗശലപൂർവ്വം കൊണ്ടുവരുന്ന ജഡിക പാപത്തിന്റെ, ഭോഗേച്ഛയുടെ, അശുദ്ധിയുടെ ഓരോ മേഖലകളെ കുറിച്ച് തിരിച്ചറിവ് തരണമേ. ഓ ദൈവമേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ മ്ലേച്ഛതയും, അശുദ്ധിയും, ദുർവൃത്തിയും, എല്ലാ തരത്തിലുള്ള വിപരീത ചിന്തകളും ഭോഗേച്ഛയ്ക്കുള്ള ദുരാസക്തികളും അവിടുന്ന് പരിശുദ്ധാത്മാവിൽ കഴുകി കളയണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ 6-ാം പ്രമാണ ലംഘനം വഴി, അശുദ്ധ പാപങ്ങൾ വഴി ശരീരമോ മനസ്സോ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ ശിരസ് മുതൽ പാദം വരെ, നെറുകം മുതൽ ഉള്ളംകാൽ വരെ അത്ഭുതകരമായൊരു വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഭവനങ്ങളിലിരുന്ന്, കൂട്ടായ്മകളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ മേലും വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ. അശുദ്ധിയുടെ ആത്മാക്കൾ കൂട്ടത്തോടെ വിട്ടുപോകട്ടെ. ഓ വ്യഭിചാരത്തിന്റെയും ബലാത്കാരത്തിന്റെയും വേശ്യാവൃത്തിയുടെയും ദുർമോഹത്തിന്റെയും ദുരാസക്തിയുടെയും സ്വർഗഭോഗത്തിന്റെയും സ്വയംഭോഗത്തിന്റെയും അശ്ലീല സംഭാഷണങ്ങളെ ദുരാത്മാവേ, നസറേനായ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുക. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുലിഖിതം, ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെ എന്ന് അറിയണം. പൗലോസ് അപ്പോസ്തലൻ സഭയുടെ നേതൃത്വം വഹിക്കുന്ന തിമോത്തിയോസ് എന്ന് പറയുന്ന തന്റെ പ്രിയ ശിഷ്യന് എഴുതുന്ന രംഗമുണ്ട്. 1 തിമോത്തി 5-ാം അധ്യായം 23-ാം തിരുലിഖിതം.
നീ വിശുദ്ധി പാലിക്കണം, നീ വിശുദ്ധി പാലിക്കണം, നീ വിശുദ്ധി പാലിക്കണം. അപ്പോസ്തലൻ പ്രഖ്യാപിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. റോമാലേഖനം 12:1 ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയണം. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി വിശുദ്ധിയുടെ അഭിഷേകം ദൈവികമായി നമുക്ക് ലഭിക്കാൻ ആഗ്രഹിച്ച് കുറവുകളിലേക്ക്, തഴക്കദോഷങ്ങളിലേക്ക്, ദുശീലങ്ങളിലേക്ക് പരിശുദ്ധാത്മശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവികമായ അഭിഷേകം, വിശുദ്ധിയിലേക്ക് നയിക്കുന്ന അഭിഷേകം വ്യാപരിക്കട്ടെ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്ന് കൽപ്പിച്ച ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി, വചനത്തിന്റെ അത്ഭുത ശക്തി ഓരോ ശരീരത്തിലേക്ക് നിവേശിക്കട്ടെ, ഓരോ ശരീരത്തിലേക്ക് നിവേശിക്കട്ടെ. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന കർത്താവാണ് എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഓരോ ശരീരങ്ങളിലേക്ക് നിവേശിക്കട്ടെ. അശുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ, തിന്മയുടെ ആധിപത്യങ്ങൾ തകരട്ടെ, മ്ലേച്ഛതയുടെയും കൗടില്യത്തിന്റെയും ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്ന് നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന.